രീതിയിൽ കാര്യങ്ങൾ പോകുന്നു. തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ ആദ്യ റൗണ്ട് പൂർത്തിയാകുമ്പോൾ 1821 വോട്ടുകൾക്ക് ഇരിക്കൂരിൽ സജി ജോസഫ്, കണ്ണൂരിൽ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ ആദ്യ റൗണ്ട് 3300 വോട്ടുകൾക്കാണ്. ധർമ്മടത്ത് PV അബ്ദുൾ റഷീദ് ആദ്യ റൗണ്ടിന്റെ ഫലമാണ് വന്നിരിക്കുന്നത്. 733 വോട്ടുകൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനെ അട്ടിമറിച്ചുകൊണ്ട് ലീഡ് കരസ്ഥമാക്കിയിരിക്കുന്നു. മാനന്തവാടിയിൽ ഉഷാ വിജയൻ, സുൽത്താൻബത്തേരി ഐസി ബാലകൃഷ്ണൻ, കൽപ്പറ്റയിൽ അഡ്വക്കേറ്റ് ടി സിദ്ദീഖ് 2721, ഏലത്തൂർ അഡ്വക്കേറ്റ് വിദ്യാ ബാലകൃഷ്ണൻ. ഇതൊക്കെ LDFന്റെ ഉറച്ച കോട്ടയാണ് ഏലത്തൂർ എന്നൊക്കെ പറയുന്നത്. വർഷങ്ങളായിട്ട് പതിറ്റാണ്ടുകളായിട്ട് LDF മാത്രം ജയിച്ചു കയറുന്ന മണ്ഡലം. നിലമ്പൂര്, വണ്ടൂര്, തവനൂര്, പട്ടാമ്പി, ഷൊർണൂര്, ചിറ്റൂര്, തൃശ്ശൂര്, ചാലക്കുടി, കൊടുങ്ങല്ലൂർ, പെരുമ്പാവൂർ, കൊച്ചി, തൃപ്പൂണിത്തുറ, കുന്നത്തുനാട്, മൂവാറ്റൂർ, ഉടമ്പൻചോല, ഏറ്റുമാനൂർ, കോട്ടയം, പുതുപ്പള്ളി, ചേർത്തല, ആലപ്പുഴ, ഹരിപ്പാട്, കായംകുളം, മാവേലിക്കര, ആറന്മുള, കോന്നി, കുണ്ടറ, കൊല്ലം, ചിറയൻകീഴ്, അരുവിക്കര, കാട്ടാക്കട, കോവളം ഇവിടങ്ങളിലെല്ലാം കോൺഗ്രസിന്റെ തേരോട്ടം തന്നെ. UDF എന്ന് പറയുന്നത് മൊത്തമായിട്ട് ഒരു തേരോട്ടം നടത്തിയിരിക്കുകയാണ്. ഒരു കൊടുങ്കാറ്റ് കൊടുങ്കാറ്റ് തന്നെ കേരളത്തിൽ കാസർഗോഡ് മുതൽ അങ്ങ് തിരുവനന്തപുരം വരെ ആഞ്ഞു വീശി എന്ന് വേണമെങ്കിൽ പറയാം. ആറന്മുള നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു ആദ്യ റൗണ്ട് എണ്ണുമ്പോൾ ഇരുവിപേരൂരിൽ അവിടെ അബിൻ വർക്കി ഒരു 500 വോട്ടെങ്കിലും പിടിക്കുകയാണെങ്കിൽ ഓർക്കുക ആറന്മുള അബിൻ വർക്കിക്കായിരിക്കും. അതിനെ കവച്ചു വെക്കുന്ന രീതിയിൽ 1332 വോട്ടുകൾക്കാണ് അബിൻ വർക്കി ആദ്യ റൗണ്ടിൽ വീണ ജോർജിനെ കടത്തിവെട്ടിയിരിക്കുന്നത്. അപ്പോൾ ആറന്മുള അറബിൻ വർക്കിക്കൊപ്പം നിൽക്കുമെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കോന്നി കഴിഞ്ഞ തവണ അത് വർഷങ്ങളായിട്ട് അടൂർ പ്രകാശിന്റെ മണ്ഡലമായിരുന്നു. കഴിഞ്ഞ തവണ അത് LDF തിരിച്ചുപിടിക്കുന്നു. പക്ഷേ ഇത്തവണ സതീഷ് കൊച്ചുപറമ്പിലൂടെ കോന്നി തിരിച്ചുപിടിക്കുന്നു. 778 വോട്ടുകൾക്ക് അവിടെ കോൺഗ്രസ് അവിടെ മുന്നേറ്റം കാഴ്ചവെക്കുന്നു. വർഷങ്ങളായിട്ട് കോൺഗ്രസ്